വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വാരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പിതൃതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ്. സൃഷ്ടാവായ ബ്രഹ്മാവ് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതിരമണീയമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കേരളീയ വാസ്തുവിദ്യയുടെ തനിമ വിളിച്ചോതുന്ന നിർമ്മാണ ശൈലിയാണിവിടെ. ക്ഷേത്രത്തിനു സമീപത്തുകൂടെ ഒഴുകുന്ന പുണ്യനദിയാണ് പാപനാശിനി. ഈ നദിയിൽ സ്നാനം ചെയ്താൽ സർവ്വ പാപങ്ങളും കഴുകിപ്പോകുമെന്നും മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ബ്രഹ്മഗിരിയിൽ നിന്നുത്ഭവിക്കുന്ന പാപനാശിനി ഗംഗാതീർത്ഥത്തിന് തുല്യമായി കരുതപ്പെടുന്നു. വാവുബലി നാളുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നത്. പാപനാശിനിയുടെ തീരത്തുള്ള ഈ പാറയിലാണ് പിതൃക്കൾക്കായി ബലിപിണ്ഡം സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് വെള്ളമെത്തിക്കാനായി കരിങ്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ പഴയകാലത്തെ ഒരു ജലസേചന സംവിധാനം ഇന്നും ഇവിടെ കാണാം. ഇത് അന്നത്തെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണമാണ്. കാട്ടുതീയും വന്യമൃഗശല്യവുമുള്ള വനമേഖലയായതിനാൽ വൈകുന്നേരങ്ങളിൽ വനം വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേവലം ഒരു ക്ഷേത്രം മാത്രമല്ല, ചരിത്രപരമായും പ്രകൃതിപരമായും ഏറെ പ്രത്യേകതകളുള്ള ഒരിടമാണ്. ബ്രഹ്മാവ് വിഷ്ണുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ വന്നപ്പോൾ കണ്ടെത്തിയ സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. അവിടെയുള്ള ഒരു നെല്ലിമരത്തിൽ വിഷ്ണുവിനെ കണ്ടതുകൊണ്ടാണ് തിരുനെല്ലി എന്ന് പേര് വന്നത്. പാപനാശിനി. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നൊഴുകിവരുന്ന ഈ നദിയിൽ മുങ്ങിക്കുളിച്ചാൽ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. കാട്ടിലൂടെയുള്ള ഈ നദിക്കരയിലെ നടത്തം മനസ്സിന് വലിയ ശാന്തി നൽകുന്ന ഒന്നാണ്. ഗുളിക വിഷ്ണു ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിന് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചെറിയ ക്ഷേത്രമാണിത്. പഞ്ചതീർത്ഥം. 5 പുണ്യതീർത്ഥങ്ങൾ സംഗമിക്കുന്ന ഇടമാണിത്. ഇവിടെ വിഷ്ണുവിന്റെ പാദം പതിഞ്ഞ ഒരു പാറയുണ്ട്. കരിങ്കൽ പാത്തികൾ. വനത്തിനുള്ളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വെള്ളമെത്തിക്കാൻ പണ്ട് നിർമ്മിച്ച കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയ ജലപാത്തികൾ ഇന്നും അവിടെ കാണാം. ചേര രാജാക്കന്മാരുടെ കാലം മുതൽ ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പഴയകാലത്തെ ചെപ്പേടുകളിലും ശിലാലിഖിതങ്ങളിലും തിരുനെല്ലിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. വയനാട്ടിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായതിനാൽ തിരുനെല്ലിയിലേക്കുള്ള യാത്ര കാട്ടിലൂടെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കും. കൂടാതെ അനുമതിയോടെ ബ്രഹ്മഗിരി ട്രെക്കിംഗ് നടത്താനും സൗകര്യമുണ്ട്.